ഹലോ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു കുറച്ച് സ്റ്റിക്കേഴ്സ് മേക്കിംഗ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ പേരെന്താ പറയുക, ദേവതകൾ അങ്ങനെ അങ്ങ് വിചാരിച്ചോ. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്താ ഒരു കവായി ആയിട്ട് ഇപ്പോൾ കവായി സ്റ്റിക്കർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുറിച്ചിട്ട് ഇങ്ങനെ വരച്ചൊട്ടിച്ചാലും മതി. നല്ല നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഇത് എങ്ങനെ സ്റ്റിക്കറാക്കാൻ നോക്കാം. രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഫ്ലവർ സ്റ്റിക്കറാക്കുന്നത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ വേഗം പോയി കണ്ടു വന്നോളൂ. അപ്പോൾ നമുക്ക് സ്റ്റിക്കറിലോട്ട് കിടക്കാമ്പോൾ ഗായ്സ്, ഇതിൻ്റെ മുടിയൊക്കെ ഞാൻ ബ്ലാക്ക് കളർ അടിച്ച് വന്നപ്പോൾ തിരിയുന്നത് എൻ്റെ മാർക്കേഴ്സിൽ ബ്ലാക്ക് പെൻ പറ്റത്തില്ല നോക്കി എനിക്ക് തന്ന പണി. ഇതൊരു കഷ്ടം. ഞാനങ്ങനെ തോൽവി സമ്മതിക്കുമെന്ന് വിചാരിച്ചോ. ഞാൻ പ്ലാൻ ബി എടുത്തു. ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഞാൻ കളർ അടിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെയാലും എന്താ കളർ അടിച്ചാൽ പോരെ. ഗായ്സ്, ഞാൻ വിചാരിച്ചു ബ്ലാക്ക് പെന്ന് വെച്ചടിച്ച് നല്ല ഉണ്ടാകുന്നു. പക്ഷെങ്കിൽ അതും കൊണയില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് വെച്ചേക്കാൾ ഒരിക്കലും പിന്നോട്ട് വെക്കില്ലല്ലോ. അതുകൊണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ ഗായ്സ്, ഞാൻ ഇങ്ങനെയല്ലോ ബ്ലാക്ക് കളർ അടിച്ചു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല. ഇനി ബാക്കി എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കളർ അടിച്ചിട്ട് കാണാം. ഇതാണ് ഗായ്സ് ഇതിൻ്റെ കളർ അടിച്ചപ്പോഴുള്ള ഫൈനൽ ലുക്ക്. ഇപ്പോൾ കുറച്ചൊക്കെ നല്ല അടിപൊളി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളർ അടിച്ചിട്ട് കാണാം. അങ്ങനെ ഗായ്സ്, ഞാനെല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രം ഇതിൻ്റെ മുടി ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ ഒരുപാട് നേരം എനിക്ക് പെന്നോട് വരക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ബ്ലാക്ക് കളർ വെച്ച് കൊടുത്തോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ സ്കിപ്പാക്കണ്ട. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് അവസാനം പറഞ്ഞുതരാം. ഇനി നമുക്കിതെല്ലാം മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം മുറിക്കാൻ. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ട്രാൻസ്ഫർ സെലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് അങ്ങനെയാകും. അങ്ങനെ ഗായ്സ്, നമ്മൾ മുഴുവൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 6 സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇത് നമ്മൾ കൂട്ടുന്നില്ല. അങ്ങനെ ഇപ്പം നമ്മളെടുത്തുള്ളത് 5 സ്റ്റിക്കേഴ്സാണ്. ഗായ്സ്, ഞാൻ അവസാനം ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ കൊള്ളില്ല. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ പറയാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ഏത് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.